എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഭയപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങളെ ഭയം കീഴ്പ്പെടുത്തുകയില്ല. ദൈവം ഇന്ന് പകൽ നിങ്ങളെ ഭയത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുകയാണ്. നിങ്ങൾ കേൾക്കുന്ന വചനം, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന വചനം തന്നെ ഇന്ന് പകൽ നിങ്ങൾക്ക് ജയം നൽകാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനം വെളിച്ചമാണ്, വചനം ദൈവമാണ്. വചനം നിങ്ങളുടെ അകത്ത് വസിച്ചാൽ തിരുവെഴുത്ത് പറയുന്നു, വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുളോ വെളിച്ചത്തെ പിടിച്ചടക്കിയില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ വചനത്തിന് സ്ഥാനമുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഇരുട്ടിന് സ്ഥാനമില്ല. ഇരുളിന് ദൈവവചനത്തെ പിടിച്ചടക്കുവാൻ കഴിയുകയില്ല. ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ദൈവവചനം സ്വീകരിച്ച ദൈവവിതലേ, നിന്നെ ഭയം കീഴ്പ്പെടുത്തുകയില്ല. നീ ജയിച്ചവനാണ്. ദൈവത്തിൻ്റെ വചനം യേശുക്രിസ്തുവാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ട്, വചനം നിങ്ങളുടെ അകത്തുണ്ട്. ആ വചനം ക്രിസ്തുവാണ്. യേശുക്രിസ്തു ജയാളിയാണ്, പാപത്തെ ജയിച്ചവനാണ്, മരണത്തെ ജയിച്ചവനാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനാണ്. നിങ്ങൾ ജയിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ഇന്ന് പകൽ ശക്തീകരിക്കുകയാണ്. നിങ്ങൾ ആരാണെന്ന വചനം നിങ്ങളുടെ അകത്ത് വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ അകത്ത വചനം ഇന്ന് പകൽ വ്യാപരിക്കും. നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ട മാത്രയിൽ ദൈവത്തിൻ്റെ മക്കളായി തീർന്നവരാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങൾ മക്കളെങ്കിലോ അവകാശികളുമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ അധികാരം തിരിച്ചറിയണം. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. നിങ്ങൾ തിരുവെഴുത്തിൽ പരിശോധിച്ചാൽ ദൈവം കൂടെ കൂടെ തൻ്റെ ജനത്തോട് ആവർത്തിച്ചു പറഞ്ഞൊരു ശബ്ദമുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിങ്ങളത് തിരിച്ചറിയണം. നിങ്ങളുടെ അകത്ത് വചനം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്ത് വെളിച്ചമുണ്ട്, ഭയത്തിന് പിന്നെ നിങ്ങളെ കീഴടക്കുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്തവൻ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ തളർത്തുവാൻ കഴിയത്തില്ല, നിങ്ങളെ ഒതുക്കുവാൻ കഴിയത്തില്ല, നിങ്ങളെ ഭയപ്പെടുത്തുവാൻ കഴിയത്തില്ല. നിങ്ങൾ ജയിച്ചവരാണ്. നിങ്ങൾ യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവരാണ്. നിങ്ങളുടെ ശരീരം ഒരു പക്ഷേ ക്ഷയിച്ചു പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ട. ദൈവം വീണ്ടും ജനിപ്പിച്ചത് നിങ്ങളുടെ ആത്മാവിനെയാണ്. ദൈവം നിങ്ങളുടെ ആത്മാവിന് നൽകിയ ജീവൻ നിത്യജീവനാണ്. ആ ജീവനെ കെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ ഭയം വേട്ടയാടുന്നുണ്ടെങ്കിൽ തിരുവചനം പറയുകയാണ്, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കണം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് അനുഭവിക്കുവാനുള്ള നന്മ എൻ്റെ വചനത്തിൻ്റെ അകത്തുണ്ട്. ജീവനുണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. അതേ പ്രിയപ്പെട്ടവരെ, ദൈവ വചനത്തിൻ്റെ അകത്ത് നന്മയുണ്ട്. എന്താണ് ആ നന്മ? പാപത്തെയും മരണത്തെയും ജയിച്ച് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ നാമും യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. നാം ഈ ലോകത്തിനുള്ളവരല്ല, നാം ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ്. ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചത് സ്വർഗീയ കുടുംബത്തിലേക്കാണ്. പുറമെയുള്ള മനുഷ്യൻ ക്ഷീണിച്ചു പോയാലും നിങ്ങളുടെ അകമയുള്ള മനുഷ്യൻ മേൽക്കുമേൽ ബലം പ്രാപിക്കുകയാണ്. അവൻ ശക്തിപ്പെടുകയാണ്, ശക്തി ധരിക്കുകയാണ്. നിങ്ങളെ ശക്തിപ്പെടുത്തുന്നവൻ നിങ്ങളോട് കൂടെയുണ്ട്.
ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. നിങ്ങൾ ഇന്ന് പകൽ എത്ര ക്ഷീണിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങൾ വചനത്തിൽ ആശ്രയിക്ക്. യേശുക്രിസ്തുവിൽ അമിത ബലമുണ്ട്. നിങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ ശക്തീകരിക്കുകയാണ്. ഭയപ്പെടണ്ട, ഞാൻ കൂടെയുണ്ട്. ഭയപ്പെടണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.